നമസ്കാരം, ഏവർക്കും സ്വാഗതം. ആലപ്പുഴ ജില്ലയിലെ അമ്പലപ്പുഴയ്ക്ക് അടുത്തുള്ള കരുമാടി എന്ന സ്ഥലത്തുള്ള കരുമാടിക്കുട്ടൻ എന്ന ബുദ്ധ വിഗ്രഹത്തെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത്. കരുമാടിക്കുട്ടൻ വളരെ പ്രശസ്തമായ ഒരു ശില്പമാണ്. ഇത് കരുമാടി എന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇതിനെക്കുറിച്ച് ധാരാളമായ ഐതിഹ്യങ്ങളുണ്ട്. അതുകൂടെ പറയട്ടെ, ഇന്ന് ബുദ്ധപൂർണിമ ദിനമാണ്. ഈ ബുദ്ധപൂർണിമ ദിനത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ സംരക്ഷിത പട്ടികയിലുള്ള ഈ കരുമാടിക്കുട്ടൻ എന്ന ബുദ്ധപ്രതിമയും അതിനു ചുറ്റും നിരവധി ആൾക്കാർ എത്തിച്ചേരുകയും പ്രത്യേകിച്ച് ബുദ്ധമത അനുയായികൾ തൊട്ടടുത്ത പ്രദേശത്തു നിന്നും വിദേശ രാജ്യങ്ങളിൽ നിന്നും ഒക്കെ എത്തിച്ചേർന്ന് ഇന്നത്തെ ദിവസം ആഘോഷപൂർണ്ണമാക്കാറുണ്ട്. ഈ കരുമാടിക്കുട്ടൻ എന്ന വിഗ്രഹത്തെ ചുറ്റിപ്പറ്റി നിരവധി കെട്ടുകഥകളുണ്ട്. ഒന്നാമത്തത്, അമ്പലപ്പുഴ രാജാവായിരുന്ന ചെമ്പകശ്ശേരി രാജാവിൻ്റെ അഭിമാനത്തിൽ അസൂയമൂത്ത ചെങ്ങന്നൂർ ഗ്രാമത്തിലെ ബ്രാഹ്മണർ രാജാവിനെയും നാട്ടുകാരെയും നശിപ്പിക്കാനായി അയച്ച ദുർദേവതകളിലൊന്നിലെ കാമപുരം ക്ഷേത്രത്തിലെ ദേവി പിടികൂടി ശിലയാക്കി തീർത്തതാണെന്ന് ഒരു കെട്ടുകഥ. രണ്ടാമത്തത്, വില്ലുമംഗലം സ്വാമിയാർ അതുവഴി പോകുന്ന സമയത്ത് ഒരു പുലയൻ അദ്ദേഹത്തെ തീണ്ടിയെന്നും അദ്ദേഹം ഈ പുലയനെ ശപിച്ച് ശിലയാക്കി തീർത്തുമെന്നാണ് മറ്റൊരു കെട്ടുകഥ. മൂന്നാമത്തത്, കാമപുരം ക്ഷേത്രത്തിലെ ഉത്സവകാലത്ത് അമ്പലത്തിലെ ഉരുളി മോഷ്ടിച്ച ഒരു പുലയനെ ദേവൻ ശപിച്ച് കല്ലാക്കി മാറ്റിയെന്നാണ് മറ്റൊരു കഥ. നാലാമത്തത്, ചിലർ ശ്രീബുദ്ധനുമായി ബന്ധപ്പെടുത്തി തന്നെയാണ് പറഞ്ഞു വരുന്നത്. ഏതായാലും നിരവധി കെട്ടുകഥകളും ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന ഈ കരുമാടിക്കുട്ടനെക്കുറിച്ച് നമുക്ക് കേൾക്കാം. ആദ്യ ചേര രാജാക്കന്മാരുടെ തലസ്ഥാനം കുട്ടനാട് ഉൾപ്പെടുന്ന ആലപ്പുഴയായിരുന്നു. ആ കാലത്തെ ചേര രാജാക്കന്മാരെ കുട്ടുവർ, കുട്ടവൻ, കുട്ടൻ എന്നും മറ്റും വിശേഷിപ്പിച്ചിരുന്നു. ഇവർ മിക്കവരും വാർദ്ധക്യകാലത്ത് സന്യാസം സ്വീകരിക്കുകയും പലരും ബുദ്ധഭിക്ഷുക്കളായി തീരുകയും അർഹമായ സ്ഥാനങ്ങൾ നേടി യാത്ര ചെയ്യുകയും ചെയ്തു. പലരുടെയും പേരിൽ ബുദ്ധ വിഹാരങ്ങൾ പണിതീർത്തു. അങ്ങനെയാണ് കുട്ടൻ എന്ന പേരുള്ള ബുദ്ധപ്രതിമ ഉണ്ടാകാനുള്ള കാരണം. ബ്രാഹ്മണ അധിനിവേശ കാലത്ത് കരുമാടിക്കുട്ടൻ ഉൾപ്പെടെയുള്ള വിഗ്രഹങ്ങൾ പലതും നദികളാൽ എറിയപ്പെട്ടു. കരുമാടിക്കുട്ടനെ പിൽക്കാലത്ത് കരയ്ക്ക് കയറ്റി കൽത്തറ കെട്ടി പ്രതിഷ്ഠിച്ചത് യൂറോപ്യൻ ചീഫ് എഞ്ചിനീയർ A.H. ബ്രിസ്റ്റോ എന്ന ആളായിരുന്നു. ഈ പ്രതിമയുടെ നിർമ്മാണകാലം AD 8-ാം നൂറ്റാണ്ടിലോ AD 700-ലോ ആകാമെന്നാണ് പ്രാദേശിക ചരിത്രകാരന്മാർ പറയുന്നത്. കാടും വെയിലും കാളും തിരഞ്ഞു എവിടെ പരമജ്ഞാനം ഞൊടി നേരമാക്കി വർഷങ്ങളെ സുഖങ്ങൾക്കു വേണ്ടി കാലം കഴിക്കുവാൻ സ്വർഗത്തിലെത്തുവാൻ യത്നിക്കുവോ. സുഖങ്ങൾക്ക് വേണ്ടി കാലം കഴിക്കുവോ, സ്വർഗത്തിലെത്തുവാൻ യത്നിക്കുവോ. ഇവ രണ്ടും ലോകത്തിൻ ചലന നിയമങ്ങൾ. ഇവ രണ്ടും ലോകത്തിൻ കാരണവും അതുതന്നെ കാര്യവും കാരണവും. സുജാതയും പുന്നയും നീട്ടുന്നു ഭക്ഷണം. സുജാതയും പുന്നയും നീട്ടുന്നു ഭക്ഷണം. ദേവൻ നിർത്തുന്നു കഠിനമാം തപസ്. ദേവൻ तेरा दर्शन होगा
तारनहारा प्रभु तेरा दर्शन हो देव स्वामी तेरे चरणों में आए। ഇന്ന് ബുദ്ധപൂർണിമയോട് അനുബന്ധിച്ച് നിരവധി ബുദ്ധ അനുയായികൾ ഇവിടെ എത്തിച്ചേരുകയും വിവിധ തരത്തിലുള്ള കുട്ടികൾ ഉൾപ്പെടെ വിവിധ തരത്തിലുള്ള കലാപരിപാടികളും സംഘനൃത്തങ്ങളും സംഘഗാനങ്ങളും കഥകളും കവിതകളുമൊക്കെ അവതരിപ്പിക്കുകയുണ്ടായി. ഇന്ന് മുഖ്യ ധർമ്മപ്രഭാഷണം നടത്തിയത് ലഡാക്ക് സെറാജെ മൊണാസ്ട്രി നീ നവാങ് കുംഭൽ എന്ന ലാമയായിരുന്നു. അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്ന് വിവിധ തരത്തിലുള്ള പൂജകൾ നടത്തുകയും ബുദ്ധപ്രതിമയിൽ ആരതി നടത്തുകയും ധർമ്മപ്രഭാഷണം നടത്തുകയും ഒക്കെ ചെയ്തു. പലരുമായി കൂടിക്കാഴ്ചകളുമൊക്കെ നടത്തുകയുണ്ടായി. He was not a messenger of God, he was not a son of God. അദ്ദേഹം ഒരിക്കലും ഒരു അതായത് പ്രവാചകനായിരുന്നില്ല, അദ്ദേഹം ഒരു ദൈവപുത്രനായിരുന്നില്ല. He also was born on this earth like the way we were born. അദ്ദേഹവും ജനിച്ചത് ഈ ഭൂമിയിൽ അദ്ദേഹം ജനിച്ചത് നമ്മൾ ജനിച്ചതുപോലെ തന്നെയാണ്. He also died based upon the normal death which we all witness. അദ്ദേഹം നമ്മളെപ്പോലെ തന്നെയാണ്, സാധാരണ മനുഷ്യരെ പോലെ തന്നെയാണ് മരിച്ചത്. But he lived the life of Buddhahood. എന്നാൽ അദ്ദേഹം ജീവിച്ചത്, അദ്ദേഹത്തിന്റെ ജീവിതം എന്ന് പറയുന്നത് ബുദ്ധത്വ പ്രാപ്തിയുടെ അവസ്ഥയിലായിരുന്നു അദ്ദേഹം ജീവിച്ചത്. This Jayanti reminds us that a normal human being was born, but he lived like an extraordinary being. അപ്പോൾ ഈ ജയന്തി നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്, നമ്മളെ സ്മരിപ്പിക്കുന്നത്, അദ്ദേഹം ജനിച്ചത് ഒരുപക്ഷെ സാധാരണ മനുഷ്യനായിട്ടായിരിക്കാം, പക്ഷേ അദ്ദേഹം പിന്നീട് ജീവിച്ചത് ഒരു ബുദ്ധത്വ പ്രാപ്തി നേടിയ ഒരു മനുഷ്യനായിട്ടാണ് അദ്ദേഹം ജീവിച്ചത്. പമ്പയാറിൻ്റെ ഒരു കൈവഴിയാണ് പൂക്കൈതയാർ. പൂക്കൈതയാറിൻ്റെ ഒരു ചെറിയ തോടാണ് കരുമാടിത്തോട്. അതിൻ്റെ ഓരത്താണ് കരുവാണി കുട്ടൻ എന്ന ബുദ്ധപ്രതിമ സ്ഥിതി ചെയ്യുന്നത്. പാതി ഉടഞ്ഞ ഈ ബുദ്ധപ്രതിമ നിരവധി ബുദ്ധഭിക്ഷുക്കളുടെയും ബുദ്ധ ആരാധകരുടെയും വലിയ സ്വപ്നമാണ്. സംസ്ഥാന സർക്കാർ ഇത് സംരക്ഷിച്ചു പോരുന്നു. എല്ലാ ബുദ്ധ അനുയായികളും ഇന്നത്തെ ദിവസം ഈ ബുദ്ധപൂർണിമ ദിനത്തിൽ എത്തിച്ചേർന്ന് അവരുടെ പൂജകൾ നടത്തുകയുണ്ടായി. എല്ലാവർക്കും നന്ദി.